അച്ഛാ, ഒരു ഡൗട്ട്. ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ? ജോസെ, ഈ ശുദ്ധീകരണ സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഒരു അവസ്ഥയാണ്. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ കൃപാവരത്താലാണ് മരിക്കുന്നത്. എന്നാലും ദൈവത്തെ മുഖാമുഖം ദർശിക്കുവാൻ വിശുദ്ധി ആവശ്യമാണ്. ഇതിന് വിശുദ്ധീകരണം വേണം. ഈ ശുദ്ധീകരണം സംഭവിക്കുന്ന ഇടമാണ് ശുദ്ധീകരണ സ്ഥലം. അപ്പോൾ ഈ മരിച്ച ശുദ്ധീകരണാവസ്ഥയിലിരിക്കുന്നവരെ നമുക്ക് സഹായിക്കാൻ പറ്റുമോ? പിന്നല്ലാതെ, ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ തനിക്ക് വേണ്ടി തന്നെ ഒന്നും ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതും സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും അതിലുപരി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും. ഇതുവഴി മരിച്ചവർക്ക് വേണ്ടി ദൈവകൃപ നേടാൻ നമുക്ക് സാധിക്കും. മാമോദീസായിലൂടെ നമ്മൾ ഓരോരുത്തരും ഒരു കൂട്ടായ്മയിൽ പങ്കുകാരാകുന്നു. ഞാനിന്ന് ഒരു വചനം പഠിപ്പിച്ചു തരാം. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം വാക്യം.